إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള നോമ്പുകാരായ അള്ളാഹുവിൻ്റെ അടിമകളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകാവസാനം വരെ പാരായണം ചെയ്യപ്പെടുന്ന പരിശുദ്ധ ഖുർആനിൽ രണ്ടിടങ്ങളിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ദുആ നമുക്ക് കാണാം. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. അള്ളാഹുവേ, ഈ രാജ്യത്തെ, മക്കയെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കണമേ. ഇത് ഏതൊരു രാജ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷയും അവിടെയുള്ളവരുടെ നിർഭയത്വവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞത്. ഭീരുത്വത്തിൻ്റെ ഉടമകളായ, ഭീകരതയുടെ ആളുകളായ, തോന്നിവാസികളായ, വഞ്ചകന്മാരായ ഒരു ജനതയുടെ ആക്രമണത്തെ നേരിടേണ്ടി വന്നപ്പോൾ തീർച്ചയായും അതിൻ്റെ വില നമുക്ക് മനസ്സിലായിട്ടുണ്ട്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, പുണ്യം പ്രതീക്ഷിക്കുന്നവരെ മുന്നോട്ട് വരൂ എന്ന് വിളിച്ചു പറയപ്പെടുന്ന പരിശുദ്ധ റമളാൻ മാസത്തിന് അവർ വില കൽപ്പിച്ചില്ല. ഷണ്ട കൂടാനോ ചീത്തയായ വാക്കുകൾ പറയാനോ പാടില്ല. ഇന്നിമ്രുഉൻ സായിമുൻ, ഞാനൊരു നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടുന്ന നോമ്പുകാരൻ, ആ നോമ്പുകാരൻ്റെ പവിത്രതയ്ക്ക് അവർ വില കൽപ്പിച്ചില്ല. അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അവൻ്റെ കൈകളിൽ നിന്നും നാവുകളിൽ നിന്നും സുരക്ഷിതത്വം ലഭിക്കേണ്ടതാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ഒരു മുസ്ലിമിൻ്റെ വിലയെന്താണ് എന്ന് അവർ മനസ്സിലാക്കിയില്ല. ലാ യദ്ഖുലുൽ ജന്ന മൻ ലാ യഅ്മനു ജാറുഹു ബവായിഖഹ്, ഏതൊരു അയൽവാസിയുടെ ഉപദ്രവത്തിൽ നിന്നാണോ മറ്റൊരു മുസ്ലിമിന് സുരക്ഷിതത്വം ലഭിക്കാത്തത്, അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. അയൽവാസികളെ ഉപദ്രവിക്കുന്നവർക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല എന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിന് വില കൽപ്പിക്കാതെ അയൽപക്കത്തെ അവർ ഉപദ്രവിക്കുകയുണ്ടായി. കരാറുകൾക്ക് അവർ വില കൽപ്പിച്ചില്ല. കരാറ് ലംഘിക്കുന്നവരെ കുറിച്ച് അല്ലാഹു എന്താണ് പറഞ്ഞത്? അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ലഹുമുൽ ലഅന വലഹും സൂഉദ്ദാർ. അള്ളാഹുവിനോടുള്ള കരാറുകൾ ലംഘിക്കുകയും അള്ളാഹു ചേർക്കാൻ പറഞ്ഞ നല്ല ബന്ധങ്ങളെ മുറിച്ചു കളയുകയും ഭൂമിയിൽ ഫസാദുണ്ടാക്കുകയും ചെയ്യുന്നവരാണവർ. അവർക്ക് അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ട്, ശാപമുണ്ട്. ഏറ്റവും മോശമായ നരകമാകുന്ന പര്യവസാന കേന്ദ്രവും അവരുടേതാണ് എന്ന റഹ്മാനായ റബ്ബിൻ്റെ വാക്കുകൾ അവർ മനസ്സിലാക്കിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം എന്ന മതം ശാന്തിയുടെ, സമാധാനത്തിൻ്റെ മതമാണ്. നീതിയുടെയും സത്യസന്ധതയുടെയും കരാറുപാലനത്തിൻ്റെയും മതമാണ്.
എന്നിരിക്കെ നിരപരാധികളെ അതിക്രമിക്കുക എന്നുള്ളത് ഏത് മതത്തിൻ്റെ ബേസിലാണ് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്? അന്യരെ ആക്രമിക്കുക എന്നുള്ളത്, അയൽവാസികളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഏത് ആദർശമാണത്? ഏത് മതമാണത്? ഏത് ദർശനമാണത്? ഖുൽ ബിഇസ്മാ യഅ്മുറുകും ബിഹി ഈമാനുകും ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് എത്ര ചീത്ത, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ആലോചിക്കൂ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകൾ നാം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഈ രാജ്യം ദൗലത്തുൽ ഇമാറാത്ത്, അതിൻ്റെ ഭരണാധികാരികളും അവിടെയുള്ള ജനങ്ങളും അതേപോലെ തന്നെ ഈ രാഷ്ട്രവും പ്രഖ്യാപിക്കുവാൻ, റഹ്മാനായ റബ്ബിൻ്റെ സഹായത്തോടുകൂടി പ്രഖ്യാപിക്കുവാനും പറയുവാനും ആഗ്രഹിക്കുന്നത് ഏത് പരീക്ഷണങ്ങളെയും ഏത് അതിക്രമങ്ങളെയും പൂർവാധികം ശക്തിയോടുകൂടി നാം നേരിടും. റഹ്മാനായ റബ്ബിൻ്റെ സഹായത്തോടുകൂടി പർവ്വത സമാനമായി നാം ഉറച്ചു നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കൽ ബുനിയാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ. ഒരു കെട്ടിടം പോലെ അതിലൊന്ന് മറ്റൊന്നിന് ശക്തി പകർന്നുകൊണ്ട് നിലകൊള്ളുന്നതാണ് എന്ന് മാത്രമല്ല, നാം പറയുന്നു പൂർവികരായ നമ്മുടെ സലഫുകളിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ, മഹാന്മാരായ സ്വഹാബികളിൽ നമുക്ക് മാതൃകയുണ്ട്. ആ മാതൃക നാം പിന്തുടരും. ഏതാണ് ആ മാതൃക? അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ജനങ്ങൾ പറഞ്ഞു, ഇതാ ആളുകൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു, നിങ്ങളെ വളഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല എന്നവർ പറയുകയുണ്ടായി. അപ്പോൾ അവർക്ക് ഭീരുത്വമല്ല വർദ്ധിച്ചത്, ഈമാനാണ് വർദ്ധിച്ചത്. അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കുവാൻ അല്ലാഹു എത്ര നല്ലവനാണ്. ആ ഒരു ഉറച്ച നിലപാടെടുത്തപ്പോൾ ഫൻഖലബൂ ബിനിഅമതിൻ മിനല്ലാഹി വഫദ്ലിൻ ലം യംസസ്ഹും സൂ, ഒരു ഉപദ്രവവും അവരെ ബാധിച്ചില്ല. അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, അല്ലാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് സുരക്ഷിതരായി അവർക്ക് മടങ്ങുവാൻ സാധിച്ചു. അത് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന മഹത്തായ ഫദ്ല് തന്നെ. ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹ്, പിശാചാണ് അവൻ്റെ മിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. ഫലാ തഖാഫൂഹും, നിങ്ങളവരെ ഭയപ്പെടേണ്ടതില്ല. വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ എന്നെയാണ് ഭയപ്പെടേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രഖ്യാപനം ഹസ്ബുനല്ലാഹ്, നമുക്കല്ലാഹു മതി, വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉത്തമനാകുന്നു. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ ശക്തമായ ഒരു ഭരണകൂടം നമുക്കുണ്ട്, സർവായുധ സജ്ജരായ പട്ടാളം നമുക്കുണ്ട്. അതേപോലെ തന്നെ അച്ചടക്കമുള്ള ഒരു സമൂഹവും ഒരു സൊസൈറ്റിയും ഒരു ജനതയുമുണ്ട് എന്ന് മാത്രമല്ല, അവർ വിശ്വസിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ എന്താണ് പ്രവാചകൻ പറഞ്ഞത്? മൗഖിഫു സഅത്തിൻ ഫീ സബീലില്ലാഹ് ഖൈറുൻ മിൻ ഖിയാമി ലൈലത്തിൽ ഖദ്രി ഇൻദൽ ഹജറിൽ അസ്വദി. അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു മൗഖിഫ്, ഒരിടത്ത് നാം നിൽക്കൽ, അടങ്ങി നിൽക്കൽ, റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം നിൽക്കുകയാണെങ്കിൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ വെച്ചുള്ള നമസ്കാരത്തേക്കാൾ അതിന് പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അംഗീകരിക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസികൾ ഭയപ്പെടേണ്ടതില്ല. മാത്രമല്ല, അതിനു പുറമെ അള്ളാഹുവിൻ്റെ വാഗ്ദാനവും ഇൻ യൻസുറുകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, നിങ്ങൾ ക്ഷമാവലംബിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്താൽ ലാ യദുറുക്കും കൈദുഹും ശൈആ, അവരുടെ കുതന്ത്രങ്ങൾ ഒരു നിലക്കും നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിനെതിരെ ആര് തന്നെ കുതന്ത്രം നടത്തിയാലും, ഏതൊരു ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെയും സമൂഹത്തിനെതിരെയും ആരൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ആ കുതന്ത്രങ്ങളെ അള്ളാഹു അവരിലേക്ക് തന്നെ തിരിച്ചുവിടുന്നതാണ്
പറയുകയാണ്, ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്. അവർ പ്രവർത്തിക്കുന്നതിനെ അല്ലാഹു വലയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാം അറിഞ്ഞാലും ഇല്ലെങ്കിലും അല്ലാഹു അവരെ വലയം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വിശ്വാസികളെ, നമുക്ക് ചെയ്യാനുള്ളത് റഹ്മാനായ റബ്ബിനെ ധാരാളമായി ഓർക്കുക. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഒരു റമളാൻ 17-ലാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുള്ളത്. ഒരു സംഘത്തെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ ഫസ്ബുതു, അടിയുറച്ചു നിൽക്കുക, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ദിക്റുകൾ വർദ്ധിപ്പിക്കൂ. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിക്കുകയും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് ഹൃദയം ശാന്തമായി തീരുകയും ചെയ്യുന്നവർ അറിയണം, അല്ലാഹുവിൻ്റെ ദിക്ർ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനം ഉണ്ടാകുന്നത്. ദിക്റുകൾ വർദ്ധിപ്പിക്കൂ. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ മുഴുകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി തആല യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത അലൈഹിമുസ് സകീന വഹഫത്തുഹുമുൽ മലായിക വഗശിയതുഹുമുർ റഹ്മ വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. പള്ളികളിൽ ഇരുന്ന് ഖുർആൻ ഓതു, സക്കീനത്ത് ഇറങ്ങും, മലക്കുകൾ പൊതിയും, റഹ്മത്ത് പൊതിയും. നമ്മെക്കുറിച്ച് റബ്ബ് മലക്കുകളോട് പറയും. അതുകൊണ്ട് ഖുർആനിൻ്റെ പാരായണത്തിൽ നിന്ന് നാം മാറി നിൽക്കുവാൻ പാടില്ല. ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. തെറ്റായ വാർത്തകൾ കേൾക്കരുത്, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. നാം ഫഅലിൻ്റെ ആളുകളാകണം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, യുഅ്ജുബിനിൽ ഫഅലു, എനിക്ക് നല്ല വാർത്തകളാണ് ഇഷ്ടം, പോസിറ്റീവായി സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം, നെഗറ്റീവ് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞ പ്രവാചകനെ ഞാനും നിങ്ങളും മാതൃകയാക്കണം. അൽ കലിമത്തു ത്വയ്യിബത്തു സദഖത്തുൻ, നല്ല ഒരു വാക്ക് പറയൽ സദഖയാണെന്ന് മനസ്സിലാക്കണം. ആ നിലക്ക് നന്മകളിൽ മുന്നേറുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. നോമ്പുകാരായ അള്ളാഹുവിൻ്റെ അടിമകളെ, ഓരോ നോമ്പുകാരനും മടക്കപ്പെടാത്ത ഒരു പ്രാർത്ഥനയുണ്ട്. നോമ്പുകാരുടെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. പരിശുദ്ധ റമളാൻ മാസത്തിൽ ഓരോ മുസ്ലിമിനും മടക്കപ്പെടാത്തൊരു പ്രാർത്ഥനയുണ്ട്, സ്വീകരിക്കപ്പെടുന്നൊരു പ്രാർത്ഥനയുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ആ സമയവും നിങ്ങളുടെ പ്രാർത്ഥനയും ഒത്തുവന്നാൽ ആ പ്രാർത്ഥന തള്ളപ്പെടുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ നമസ്കാരങ്ങളുടെ അവസാനങ്ങളിലും ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു, പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ അത്താഴത്തിൻ്റെ സമയത്തും അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഹൽ മിൻ സായിലിൻ ഫഉഅ്തിയ, ചോദിക്കാൻ ആരുണ്ട് അവർക്ക് ഞാൻ നൽകാം, പ്രാർത്ഥിക്കാൻ ആരുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം എന്ന് റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്. റമളാനിനെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, ഞാൻ അടുത്ത് തന്നെയുണ്ട്, സമീപസ്ഥനാണ്. പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം. വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറയുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, അസ്തജിബ് ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം. ഇങ്ങനെയെല്ലാം വാഗ്ദാനങ്ങൾ നൽകുന്ന റഹ്മാനായ റബ്ബിനോട് നാം ആത്മാർത്ഥമായി എല്ലാ നന്മകൾക്കും വേണ്ടി, എല്ലാ നിലക്കുമുള്ള സുരക്ഷിതത്വത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ആരാധ്യനായ ഇലാഹായ അള്ളാഹുവേ, സ്രഷ്ടാവായ അള്ളാഹുവേ, എല്ലാറ്റിനും കഴിവുള്ളവനായ അള്ളാഹുവേ, പ്രതാപിയും കാരുണ്യവാനുമായ അള്ളാഹുവേ, ഈ രാജ്യത്തെ നീ സംരക്ഷിക്കണമേ റബ്ബേ. ഈ രാഷ്ട്രത്തിൻ്റെ കരയെയും കടലിനെയും നീ സംരക്ഷിക്കണേ റബ്ബേ. ഈ രാഷ്ട്രത്തിൻ്റെ ഭൂമിയെയും ആകാശത്തെയും നീ സംരക്ഷിക്കണമേ റബ്ബേ.
ഈ രാജ്യത്തിലെ ഭരണാധികാരികളെയും ഈ രാജ്യത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സംരക്ഷിക്കണമേ റബ്ബേ. എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെയും മുസ്ലിമീങ്ങളെയും ഭരണാധികാരികളെയും നീ സംരക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഇസ്ലാമിനെ കൊണ്ടും മുസ്ലിമീങ്ങളെ കൊണ്ടും ഈ രാഷ്ട്രത്തെ കൊണ്ടും ഷർറ് ഉദ്ദേശിക്കുന്ന ആളുകൾ, അവരുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ. അവരുടെ കുതന്ത്രങ്ങളെ നീ അവരിലേക്ക് തന്നെ തിരിച്ചുവിടണമേ. ഇസ്ലാമിക രാജ്യങ്ങളിൽ നീ നിർഭയത്വവും സമാധാനവും ശാന്തിയും നൽകണമേ റബ്ബേ. ഇസ്ലാമിൻ്റെയും നിൻ്റെയും ശത്രുക്കളെ അള്ളാഹുവേ നീ അപമാനിക്കുകയും അവരെ നീ പരാജയപ്പെടുത്തുകയും ചെയ്യണമേ റബ്ബേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അള്ളാഹുവേ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ ഖിയാമും മറ്റു എല്ലാ ഇബാദാത്തുകളും ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഈ രാഷ്ട്രത്തിൻ്റെ സൈന്യത്തെ നീ ശക്തിപ്പെടുത്തണമേ റബ്ബേ. അവർക്ക് നീ ധൈര്യവും സ്ഥൈര്യവും നൽകണമേ റബ്ബേ. ക്ഷമിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ റബ്ബേ. ക്ഷമാലുക്കൾക്ക് അളവറ്റ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞ റബ്ബേ, ഞങ്ങൾക്ക് നീ അളവറ്റ പ്രതിഫലം നൽകണമേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാമെന്നേറ്റ റബ്ബേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. ഞങ്ങളുടെ കൈകളെ നീ വെറുതെ മടക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات. اللهم أدم الأمن والأمان على دولة الإمارات. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.